ഹായ് ഫ്രണ്ട്സ്, ഇതൊരു വൈകിട്ടത്തെ വീഡിയോ ആണ് കേട്ടോ. ഞങ്ങളിത് ഒരു കുളിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടി റെഡിയായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ കുളിയെല്ലാം കഴിഞ്ഞപ്പോൾ റെഡിയാക്കി എൻ്റെ ചീപ്പെല്ലാം രൂപേൻ്റെ കയ്യിലിരിക്കുന്നത് മേടിച്ചതിൻ്റെ കരച്ചിലാണ് കണ്ടത്. വീടെല്ലാം ആകപ്പാടെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അലങ്കോലമാക്കിയിട്ടേക്കുവാണ്. കളിസാധനങ്ങളെല്ലാം ചിന്നി ചിതറി കിടക്കുകയാണ്. അതെല്ലാം എടുത്ത് അടുക്കി വെക്കാൻ ഞാൻ റൈനുവിനോട് പറഞ്ഞു. റൈനു ഓരോന്നും എടുത്ത് അടുക്കി വെക്കുകയാണ്. റൈനുവിനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ റൈനു ഓരോന്നും എടുത്തുകൊണ്ട് അടുക്കി വെക്കുന്നു. ചേട്ടനെ സഹായിക്കാനായിട്ട് വിട്ട അനിയനാണ് ഓടി ചെന്ന് കാണിക്കുന്നത് കണ്ടോ. ആ സ്പീക്കർ പിടിച്ച് എന്തൊക്കെയോ ഞെക്കുന്നു കുത്തുന്നൊക്കെയാണ്. റെയിനു ആണെങ്കിൽ അവനെ കൊണ്ട് പറ്റിയ രീതിയിൽ അവനെല്ലാ സാധനങ്ങളും എടുത്ത് വെച്ചു. അവനെ കൊണ്ട് പറ്റുന്നതെല്ലാം അവൻ അടുക്കി വെച്ചു. ബാക്കിയെല്ലാം അവൻ എടുക്കാൻ മേലാത്ത സാധനങ്ങളൊക്കെ അവിടെ വെച്ചേക്കാണ്. രൂപേൻ അതിനിടയ്ക്ക് നിന്ന് നല്ല കുസൃതിയാണ്. ടി വി സ്റ്റാൻഡിൻ്റെ ഇതിൻ്റെ ഇടയ്ക്ക് പോയിട്ട് നല്ല കുസൃതിയാണ് കാണിക്കുന്നത്. ഞാൻ വിളിക്കുമ്പോഴത്തേക്ക് നോക്കി ചിരിക്കുന്നൊക്കെ ഉണ്ട്. അവിടെ നിന്ന് കുസൃതി കാണിക്കുമ്പോൾ ഞാൻ വരുന്നുണ്ടോ എന്ന് ഇടയ്ക്ക് എന്നെ നോക്കുന്നുണ്ട്. ട്രെയിനിയുടെ കളിയാണ്. ഞാൻ പിന്നെ പെട്ടെന്ന് സമയം കളയാതെ വന്ന് പെട്ടെന്ന് എല്ലാം അടിച്ചു വാരി വൃത്തിയാക്കി. 7:30 സമയമാകും നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് പായിടണം. അപ്പോൾ എല്ലാം ഞാൻ പെട്ടെന്ന് അടിച്ചു വാരി വൃത്തിയാക്കിയിടുവാണ്. രൂപേനപ്പോൾ അകത്തെ മുറി കയറി ഏതാണ്ടൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. പൗഡറും കുപ്പിയൊക്കെ കയ്യിലുണ്ട്. എപ്പോൾ എന്ത് കണ്ടാലും എടുത്ത് വായിലോട്ട് വെക്കുന്ന ഒരു ടൈമാണിപ്പോൾ. അവിടെ നിന്നെല്ലാം ഞാനെല്ലാം പിറക്കി ഒതുക്കി അടിച്ചു വാരുകയാണ്. രൂപേൻ്റെ കൈ പൗഡറും കുപ്പിയുണ്ട്. റെയിനുമാണ് അതിലെ വണ്ടി ഓടിച്ചുകൊണ്ട് നടക്കുകയാണ്. ഞാനെല്ലാം തൂത്ത് വൃത്തിയാക്കി. റെയിനു അകത്ത് പോയി എന്തോ സാധനമൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. എല്ലാം വൃത്തിയാക്കി പായൊക്കെ ഇട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കാനായിട്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ഓരോ കുസൃതികൾ രൂപയും കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങിയ സമയത്ത് അച്ഛ വന്നിട്ടുണ്ട്. അച്ഛ റെഡിയാകാൻ പോയി. അച്ഛ കുളിക്കാനൊക്കെ പോയി. ഞങ്ങൾ പ്രാർത്ഥിക്കാനായിട്ടിരുന്ന സമയത്ത് ഞങ്ങളിവിടെ എല്ലാവരും പ്രാർത്ഥിക്കാനായിട്ടിരിക്കുക. റയാനും രൂപേനും വന്നിരുന്ന് രൂപേനെല്ലാം നടന്നപ്പോൾ ചേട്ടൻ കൈക്ക് പിടിച്ചിരുത്തി പായയിലോട്ട്. ഞങ്ങളെല്ലാവരും ഇരുന്ന് പ്രാർത്ഥിക്കുവാണ്. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്താണ് അച്ഛ ഇപ്പോൾ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. കുളിയെല്ലാം കഴിഞ്ഞ് അച്ഛയും വന്ന് ഞങ്ങളുടെ കൂടെ പ്രാർത്ഥനയ്ക്കിരിക്കുകയാണ്. അച്ഛയെ കണ്ടപ്പോൾ പിന്നെ രൂപേൻ അച്ഛയുടെ ദേഹത്തോട്ട് കയറുകയാണ്. അവിടെ ഉണ്ട്, അതുണ്ട്, അതെടുത്തതാന്ന് പറഞ്ഞ് രൂപേൻ അച്ഛയുടെ പുറകെ ഓടുകയാണ്. പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് എഴുന്നേറ്റപ്പോൾ പിള്ളേരുടെ സൗണ്ടൊക്കെ കേട്ടത് അടുത്ത വീട്ടിൽ നിന്നൊക്കെ എല്ലാവരും വന്നിട്ടുണ്ട്. ഷൈനി ആൻറ്റി ഉണ്ട്, സൗമ്യയുണ്ട്, ബേബിച്ചിയുണ്ട്. ഇവരുടെ സൗണ്ട് കേട്ടുകൊണ്ട് വന്നതാണ്. എല്ലാവരും വന്ന് ഇവിടെ വഴിയിലിരിക്കുകയാണ്. ഈ റോഡിൽ ഇങ്ങനെ ഇരിക്കാൻ നല്ല രസമുണ്ട്. രാത്രിക്ക് വണ്ടിയൊന്നും അധികം ഇല്ലാത്തതുകൊണ്ട് നമുക്കിവിടെ ഇരിക്കാം. വണ്ടികളൊക്കെ കുറച്ച് വണ്ടികളേ ഉള്ളൂ ഇതിലങ്ങ് പോകുന്നുള്ളൂ. വണ്ടികളൊക്കെ വരാൻ സമയമാകുന്നുള്ളൂ. എല്ലാവരും ഇവിടെ നോക്കി ഇരിക്കുകയാണ് ഇവരുടെ കളി കണ്ടുകൊണ്ട്. വെട്ടമൊക്കെ ഉണ്ട്, എന്നാലും എല്ലായിടത്തും മൊത്തത്തിൽ ഒരു ഇരുട്ടാണ്. അധികം വെട്ടമില്ല. വീഡിയോയ്ക്ക് കുറച്ച് ക്ലാരിറ്റി കുറവായിരിക്കും. ഇതിനിടയ്ക്ക് രൂപേൻ അവിടെ കിടന്ന് ഭയങ്കര കരച്ചിൽ. പാത്രം വേണം, അത് വേണം, ഇത് വേണമെന്ന് ഭയങ്കര കരച്ചിലാണ്. അച്ഛയ്ക്ക് കൊടുത്ത കാപ്പി വേണമെന്ന് പറഞ്ഞാൽ പിന്നെ വഴക്ക്. അത് കൂട്ടും കുടിക്കുന്നുണ്ട്. എല്ലാവരും ഇവരുടെ കളി കണ്ടുകൊണ്ട് വന്നിരിക്കുകയാണ്. കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് നമ്മുടെ റെയിനുവിന് ചെറിയൊരു പണി കിട്ടി. അവിടെ ഒന്ന് വീണു. ആ റോഡിൽ കോൺക്രീറ്റ് ആയതുകൊണ്ട് റോട്ടിൽ വീണപ്പോഴത്തേക്ക് കുഞ്ഞിൻ്റെ കാലിൻ്റെ മുട്ടൊന്ന് പൊട്ടി തൊലി പോയിരിക്കുകയാണ്. ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. കരച്ചിലായിട്ട് അകത്ത് വന്ന് കിടക്കുകയായിരുന്നു. കരയുന്ന കുട്ടിയെ സമാധാനിപ്പിക്കാൻ നമ്മുടെ അച്ഛൻ പോയി ഒരു ജ്യൂസൊക്കെ 2 പേർക്കും മേടിച്ചുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. റെയിനുവിന് ഇഷ്ടമുള്ള സ്മൂത്താണ് മേടിച്ചത്. തണുക്കാത്ത ജ്യൂസ് വേണം ഇവർക്ക്. അപ്പം അതെല്ലാം കുടിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. റെയിനു ഇപ്പോൾ എന്തൊക്കെയോ പറയുന്നുണ്ട്. അമ്മേ ഇത് കുടിച്ചാൽ വേദന കുറയുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാനും പറയുന്നു വേദന കുറയുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അങ്ങനെ ആകുമ്പോൾ നമ്മുടെ കുട്ടി അതൊക്കെ ഇഷ്ടത്തോടെ കുടിക്കുകയാണ്. നമ്മുടെ കൊച്ചിയിറക്കനും ഇവിടെ കുടിക്കുന്നുണ്ടേ. അവൻ്റെ കോലം കണ്ടോ ഗൈസ്? അവനെ എങ്ങനെ റെഡിയാക്കിയത്? അവനതിലെല്ലാം നടന്ന് മറിഞ്ഞ് അവൻ്റെ കോലം നോക്കി. അവനിരിക്കുന്ന വേഷം കണ്ടോ? അവനും ദാഹിക്കുന്നുണ്ടായിരുന്നു തോന്നുന്നു ജ്യൂസ് കുടിക്കുന്നു. എല്ലാം 2 പേര് നന്നായിട്ട് കുടിച്ച് റെഡിയായി. ഇനിയിപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് ഫുഡ് കഴിക്കാനിരുന്നു. ഇപ്പോൾ ഒരു 10 മണിയൊക്കെ ആയി. ഇവർക്കും പിള്ളേർക്കും ചോറ് കൊടുത്ത് ഞങ്ങളും ഫുഡ് കഴിച്ച് ഇനിയിപ്പോൾ നമുക്ക് കിടക്കാം ഗൈസ്. ഫുഡ് കഴിക്കുന്നതിനിടയ്ക്ക് രൂപേൻ ഇതിലെ കുസൃതി കാണിക്കുന്നുണ്ട്. രൂപേൻ ഓരോ വാ കൊടുക്കും, അതെല്ലാം തുപ്പി കളയുന്നൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.